ഇന്ന് നമുക്കൊരു അൽഫാം ഉണ്ടാക്കിയാലോ. ചിക്കൻ നന്നായി കഴുകി വെള്ളം വാർന്ന ശേഷം ഒരു കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ചെറിയ ഹോൾസ് ഉണ്ടാക്കുക. എന്നിട്ട് ഉണക്കമുളക്, കുരുമുളക്, പച്ചമല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, ഗരം മസാല എന്നിവ നന്നായിട്ട് വറുത്തെടുക്കുക. ഞങ്ങളെടുത്ത് പച്ചമല്ലി ഇല്ലാത്ത കാരണം ഞങ്ങൾ മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്തത്. ശേഷം വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കുഞ്ഞു തക്കാളി, ഒരു സവോള എടുത്ത് വെക്കുക. പക്ഷെ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലോട്ട് പുളിയില്ലാത്ത തൈര് 2 ടീസ്പൂണും ഈ തൈരിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരു കളഞ്ഞ നാരങ്ങ നീര് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച മസാല കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കുഞ്ഞു തക്കാളിയും ഒരു കുഞ്ഞു സവോളയും ഇട്ട് അരച്ചെടുക്കുക. അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന എന്നിവ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതും കൂടെ നേരത്തെ മാറ്റി വെച്ച മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഓൾറെഡി ഉണക്കമുളകും കുരുമുളകും ചേർത്തുകൊണ്ട് മസാലയ്ക്കൊരു എരിവുണ്ടായിരിക്കും. എന്നാലും ഒരു കളറിന് വേണ്ടി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർക്കുക. ശേഷം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കാം. ഇപ്പം തന്നെ അൽഫാമിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കൺട്രോൾ പോണ മണം. നമ്മുടെ മസാല റെഡി ആയിട്ടോ. ഇനി ഓരോ പീസ് ചിക്കനെയും എടുത്തിട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിച്ച ശേഷം 4 to 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഗ്രില്ലെടുത്തിട്ട് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം ചിക്കൻ പീസ് ഓരോന്നായി നിരത്തി വയ്ക്കുക. ഓവന് ടൈം സെറ്റ് ചെയ്തിട്ട് ചിക്കൻ അതിലോട്ട് കയറ്റി വയ്ക്കുക. ഇടയ്ക്ക് പുറത്തെടുത്തതിന് ശേഷം അത് മറച്ചിട്ട് കൊടുത്ത് വേവിക്കുന്നുണ്ട്. പിന്നെ ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂടൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. Keeps me high.